നിങ്ങൾ ഇന്ത്യക്ക് പുറത്ത് വർക്ക് ചെയ്യുന്നവരാണോ എങ്കിൽ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യയിൽ വലിയൊരു എമൗണ്ട് ടാക്സ് അടയ്ക്കേണ്ടി വരും. വെൽക്കം ടു ദ ഡേ 1 in the series of 100 days of tax plan. നിങ്ങൾ ഇന്ത്യക്ക് പുറത്ത് ഫോർ എക്സാമ്പിൾ ദുബായിൽ 6 മാസത്തിന് മേലെ ഒരു ഫിനാൻഷ്യൽ വർക്ക് ചെയ്യുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം നിങ്ങളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൽ നിങ്ങൾ നോൺ റെസിഡന്റ് ആയിട്ടായിരിക്കും കണക്കാക്കുന്നത്. ദുബായിൽ നിങ്ങൾക്ക് ഒരു മാസം 2 ലക്ഷം രൂപ സാലറി ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു വർഷമാകുമ്പോൾ 24 ലക്ഷം. അറിയാലോ, ദുബായിൽ പേഴ്സണൽ ഇൻകം ടാക്സ് ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏൺ ചെയ്യുന്ന ഫുൾ സാലറിയും നിങ്ങൾക്ക് തന്നെയാണ് കിട്ടുന്നത്. ഡിഡക്ഷൻ ഒന്നും കാണത്തില്ല. പക്ഷെ ഈ ചെറിയൊരു മിസ്റ്റേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന എമൗണ്ടിന്റെ നല്ലൊരു എമൗണ്ടും ഇന്ത്യയിൽ ഇൻകം ടാക്സ് ആയിട്ട് നിങ്ങൾ അടയ്ക്കേണ്ടി വരും. എന്താണ് മിസ്റ്റേക്ക് എന്ന് ഞാൻ പറഞ്ഞുതരാം. ഇന്ത്യയിലെ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം നിങ്ങൾ നോൺ റെസിഡന്റ് ആണെങ്കിലും ഇന്ത്യൻ ബാങ്ക് അക്കൗണ്ട് റിസീവ് ചെയ്യുന്ന എമൗണ്ട് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ടാക്സബിലിറ്റി വരും. അതായത് നിങ്ങൾക്ക് കിട്ടുന്ന സാലറി ഡയറക്റ്റ്ലി നിങ്ങളുടെ ഇന്ത്യൻ ബാങ്ക് അക്കൗണ്ടിലാണ് റിസീവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ എമൗണ്ടിന് മേലെ ടാക്സ് അടയ്ക്കേണ്ടി വരും. സോ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഇന്ത്യയിൽ ഒരു രൂപയിൽ ഇൻകം ടാക്സ് അടയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല. നിങ്ങളുടെ സാലറി നിങ്ങൾക്ക് NRE അഥവാ ഒരു നോൺ റെസിഡന്റ് എക്സ്റ്റേണൽ അക്കൗണ്ടിൽ മാത്രം മേടിക്കുക. ഈ കിട്ടുന്ന എമൗണ്ട് നിങ്ങൾക്ക് ഇന്ത്യയിൽ ഇൻകം ടാക്സ് അടയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല. ആൻഡ് നിങ്ങൾ ഇന്ത്യയിൽ ഒരു നോൺ റെസിഡന്റ് ഓർഡിനറി അക്കൗണ്ടും കൂടെ സ്റ്റാർട്ട് ആക്കുക. ഇത് സ്റ്റാർട്ട് ആകുന്ന റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ത്യയിൽ വരുന്ന എക്സ്പെൻഡിച്ചർ പറ്റാൻ വേണ്ടിയാണ് നിങ്ങൾ ഈ നോൺ റെസിഡന്റ് ഓർഡിനറി അഥവാ NRO അക്കൗണ്ട് സ്റ്റാർട്ട് ആക്കുന്നത്. ആൻഡ് നിങ്ങൾക്ക് നിങ്ങളുടെ NRE അക്കൗണ്ടിൽ നിന്നും നിങ്ങളുടെ NRO അക്കൗണ്ടിലോട്ട് നിങ്ങൾക്ക് ഈ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാം. ഈ ട്രാൻസ്ഫർ ചെയ്യുന്ന എമൗണ്ടിന് മേലെ നിങ്ങൾക്ക് ഇൻകം ടാക്സ് ആപ്ലിക്കബിലിറ്റി വരുന്നില്ല. ആൻഡ് ഈ NRO അക്കൗണ്ടിൽ അക്രൂ ആവുന്ന ഇൻട്രസ്റ്റിന് മേലെ മാത്രമേ നിങ്ങൾക്ക് ടാക്സബിലിറ്റി വരൂ. ഈ ഇൻട്രസ്റ്റ് നിങ്ങളുടെ ബേസിക് എക്സംഷൻ ലിമിറ്റ്, അതായത് നിങ്ങളുടെ ബേസിക് എക്സംഷൻ ലിമിറ്റായ 4 ലക്ഷം അല്ലെങ്കിൽ 2 ലക്ഷത്തിന് താഴെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇൻകം ടാക്സ് അടയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല. സോ ഇങ്ങനത്തെ കൂടുതൽ ടാക്സ് റിലേറ്റഡ് വീഡിയോസിന് അക്കൗണ്ട് ഫോളോ ചെയ്യുക. ആൻഡ് നിങ്ങളുടെ ദുബായ് ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്യുക. താങ്ക് യു.